SS വേൾഡ് അക്കാദമിയുടെ HSA സോഷ്യൽ സയൻസിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ പാർട്ട് ബി മൊഡ്യൂൾ 8 ലാസ്റ്റ് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യുന്നത്, ഹ്യൂമൻ ആൻഡ് റീജിയണൽ ജോഗ്രഫി. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന സിലബസും ഇവിടെ നിന്നും കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിന്റെ വിശദീകരണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മൊഡ്യൂൾ 6ന്റെ ഒരു എക്സ്പ്ലനേഷൻ ക്ലാസ് മാത്രമാണ് ചെയ്യാനുള്ളത്. അത് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സിലബസ് അനുസരിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അവിടെ നമ്മളൊരു സെപ്പറേറ്റ് ടെലഗ്രാം ചാനലിൽ പ്രൈവറ്റ് ആയിട്ടായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക. സിലബസ് അനുസരിച്ചുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള യൂട്യൂബ് വീഡിയോയും അതിൻ്റെ PPT നോട്ടും അതിൻ്റെ പ്രിന്റ് എടുക്കാവുന്ന രീതിയിലുള്ള PDF നോട്ടുകളും അതിൻ്റെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഒരു 3-4 മാസത്തിനുള്ളിൽ നമ്മൾ സിലബസ് മൊത്തം കവർ ചെയ്തിട്ട് പിന്നെ എക്സാം വരെ റിവിഷനും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. അതുപോലെ തന്നെ നമ്മുടെ ഒരു ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ജനറൽ ഗ്രൂപ്പിലൊക്കെ എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കോഴ്സിനെ കുറിച്ച് അറിയാൻ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, 8129529102. അപ്പോൾ നമുക്ക് പാർട്ട് ബി മൊഡ്യൂൾ ഹ്യൂമൻ ആൻഡ് റീജിയണൽ ജോഗ്രഫിയിലെ സിലബസ് ഏതൊക്കെയോ നോക്കാം. ഒന്ന് പോപ്പുലേഷൻ, വേൾഡ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ, ഗ്രോത്ത്, മൈഗ്രേഷൻ, സെറ്റിൽമെന്റ് ആൻഡ് റൂറൽ ആൻഡ് അർബൻ, distribution, growth and density of population in India, climatic region of the world, type of agriculture in the world, distribution of iron ore and coal in the world, distribution of industries in the world, iron and steel, cotton, textiles, physiography of India, drainage, climate, soil, forest, distribution of rice, wheat, cotton and sugar cane in India, irrigation and multi-purpose projects of India, distribution of iron ore, coal, bauxite, mine, petroleum and atomic minerals, non-conventional energy sources, distribution of iron and steel, textiles and agro-based industries in India, transport in India, geography of India. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ മൊഡ്യൂൾ 8ന്റെ ഭാഗമായിട്ട് പഠിക്കണം. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുമ്പോൾ മൊഡ്യൂൾ 7 മൊഡ്യൂൾ 8 20 മാർക്കിന്റെ ചോദ്യം, മൊഡ്യൂൾ 7 10, മൊഡ്യൂൾ 8 10 മാർക്കിന്റെ ചോദ്യം. അപ്പോൾ സിലബസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ 20 മാർക്ക് ഷഫിൾ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ആ ഒരു മൊഡ്യൂൾ ബേസ് ചെയ്തിട്ടല്ലേ വന്നത്. ഇപ്പോൾ ഇവിടുത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ മൊഡ്യൂൾ 7ന്റെ ഭാഗം ക്വസ്റ്റ്യൻ 81 മുതൽ 90 വരെ, പിന്നെ 91 മുതൽ 100 വരെയുള്ളതാണ് ഈ മൊഡ്യൂൾ 7ഉം 8ന്റെ ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി കഴിഞ്ഞ 81 മുതൽ 90 വരെയുള്ള ചോദ്യങ്ങൾ. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 91 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ സിലബസ് ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. കഴിഞ്ഞ ഒരു ചോദ്യമാണ്, പസഫിക് സമുദ്രത്തിലെ ഒരു ഉഷ്ണജല പ്രവാഹം ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ നിർബന്ധമായിട്ടും ഈ ഒരു ഭാഗത്ത് നമുക്ക് ചോദ്യം എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗം കൂടിയാണ്. ഇവിടെ പസഫിക് സമുദ്രത്തിലെ പ്രവാഹങ്ങൾ, അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രവാഹങ്ങൾ, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രവാഹങ്ങൾ എന്നൊക്കെ പറയാൻ നമുക്ക് ഡീറ്റെയിൽ ഇത് പഠിക്കാനുണ്ട്. അപ്പോൾ എല്ലാം ഒരുപോലെ തന്നെയൊക്കെ നമുക്ക് തോന്നും, പക്ഷെ നമ്മൾ ഇതൊരു കോഡ് ഇട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതൊരിക്കലും ഇനി തെറ്റില്ല. ഒരു 2, 3, 4, 5 പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കിയിട്ട് ആ പ്രവാഹങ്ങൾ ഏതാന്ന് വായിച്ചു നോക്കിയിട്ട് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് ഇനി എത്താം. ഇനി ഈ പസഫിക് സമുദ്രങ്ങളിലെ ഉഷ്ണജല പ്രവാഹങ്ങൾ അല്ലെങ്കിൽ ശീതജല പ്രവാഹങ്ങൾ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ ഏതാണ്? പസഫിക് സമുദ്രത്തിലെ ഒരു ഉഷ്ണജല പ്രവാഹം ഏതാണ്? കുറേഷ്യോ പ്രവാഹം, കുറേഷ്യോ. ഇതൊക്കെ ഒരു കൺഫ്യൂഷൻ ആണ്. ഇതിനി പസഫിക് സമുദ്രത്തില് ശീതജല പ്രവാഹമാണോ, അതിനി അറ്റ്ലാന്റിക് സമുദ്രത്തിലാണോ, ഇന്ത്യൻ മഹാസമുദ്രത്തിലാണോ എന്നുള്ള സംശയങ്ങളൊക്കെ നമുക്ക് വരാം. അപ്പൊ നമുക്കൊന്ന് പഠിച്ചു പോകാം. എന്താണ് സമുദ്രജല പ്രവാഹങ്ങൾ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കുക. എന്താണ് സമുദ്രജല പ്രവാഹം? ഓഷ്യൻ കറന്റ്. അപ്പൊ ഇവിടെ മാപ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാം കറന്റ്, അതുപോലെ കോൾഡ് കറണ്ട്. വാം കറണ്ട് എന്ന് പറയുന്നത് ഏതാണ്? ഉഷ്ണജല പ്രവാഹം. കോൾഡ് കറണ്ട് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ശീതജല പ്രവാഹങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നേരെ പോവാം. എന്താണ് സമുദ്രജല പ്രവാഹങ്ങൾ? ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്ക് സമുദ്രത്തിന്റെ തുടർച്ചയായ പ്രവാഹമാണ് ഇത് എന്ന് പറയുന്നത് സമുദ്രജല പ്രവാഹങ്ങൾ എന്ന് പറയുന്നത്. ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്കുള്ള സമുദ്രത്തിന്റെ തുടർച്ചയായ പ്രവാഹം. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇനി ടോപ്പിക്കിന്റെ അണ്ടറിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് വിശദമായിട്ട്. ഉഷ്ണജല പ്രവാഹങ്ങളെന്നും ശീതജല പ്രവാഹങ്ങളെന്നും 2 തരത്തിലുണ്ട്. ഉഷ്ണജല പ്രവാഹം വാം കറന്റ്, ശീതജല പ്രവാഹം കോൾഡ് കറന്റ്. അപ്പൊ നോക്കിക്കോളാം, ഉഷ്ണ സമുദ്രജല പ്രവാഹങ്ങൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കോൾഡ് കറന്റ്, ശീതജല പ്രവാഹങ്ങൾ ഇങ്ങനെ വൈറ്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ നോക്കുക, വാം കറന്റ് റെഡ് കളറിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് വിശദമായിട്ടൊന്ന് നോക്കാം. എന്താണ് ഉഷ്ണജല പ്രവാഹങ്ങൾ എന്ന് പറയുന്നത്? ഉഷ്ണമേഖലയിൽ നിന്നോ ഉപോഷ്ണ മേഖലയിൽ നിന്നോ സഞ്ചരിച്ച് ധ്രുവീയ ഉപധ്രുവീയ മേഖലയിലേക്ക് ഒഴുകുന്ന സമുദ്രജല പ്രവാഹങ്ങളാണ് ഏത്? ഉഷ്ണജല പ്രവാഹങ്ങൾ, വാം കറന്റ്. ഇങ്ങനെയാണ് ഉഷ്ണമേഖലയിൽ നിന്നോ ഉപോഷ്ണ മേഖലയിൽ നിന്നോ സഞ്ചരിച്ച്
ധ്രുവീയ ഉപധ്രുവീയ മേഖലകളിലേക്ക് ഒഴുകുന്ന സമുദ്രജല പ്രവാഹങ്ങളാണ് ഉഷ്ണജല പ്രവാഹങ്ങൾ, വാം കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ശീതജല പ്രവാഹങ്ങൾ? അപ്പൊ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. ഇവിടെ ശീതജല പ്രവാഹം തണുപ്പാണ്, അപ്പൊ തണുത്ത ഭാഗത്ത് നിന്നായിരിക്കും ഇത് വരിക. അപ്പൊ നിങ്ങൾ നോക്കുക, ധ്രുവീയ ഉപധ്രുവീയ മേഖലയുടെ പ്രത്യേകത എന്താണ്? നമ്മുടെ ഭൂമിയിൽ ഏറ്റവും തണുപ്പ്, ഏറ്റവും കോൾഡ് അനുഭവപ്പെടുന്ന മേഖലയാണ് ഇത്, ധ്രുവീയ ഉപധ്രുവീയ മേഖലകൾ. അപ്പൊ അവിടെ നിന്നാണ് ഇത് വരുന്നത്. അതുകൊണ്ടാണ് ഇതിന് ശീതജല പ്രവാഹം എന്ന് പറയുന്നത്. എന്നാൽ നേരെ ഉഷ്ണമേഖലയിൽ നിന്നോ ഉപോഷ്ണ മേഖലയിൽ നിന്നോ സഞ്ചരിക്കുന്ന വാതകങ്ങൾ, അതായത് നമ്മുടെ ഭൂമിയുടെ മധ്യരേഖാ പ്രദേശത്ത് നിന്ന് മുകളിലോട്ട് പോവുകയാണ് ഏത്, നമ്മുടെ വാം കറണ്ട് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ശീതജല പ്രവാഹങ്ങൾ, കോൾ കറണ്ട് എന്താണ്? ധ്രുവീയ ഉപദ്രവീയ മേഖലകളിൽ നിന്ന് ഉഷ്ണമേഖലയിലേക്കോ ഉപോഷ്ണ മേഖലയിലേക്ക് ഒഴുകിയെത്തുന്ന സമുദ്രജല പ്രവാഹങ്ങളാണ് ഇത്, ശീതജല പ്രവാഹങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. സ്റ്റേറ്റ്മെന്റിലൊക്കെ ഇത് വരാൻ സാധ്യതയുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് കൊടുക്കും. അപ്പൊ അത് മനസ്സിലാക്കി പഠിക്കുക. അപ്പോ ശീതജല പ്രവാഹം പഠിക്കാൻ എന്താണ്, കോൾഡ് ഭാഗത്ത്, ഏറ്റവും തണുപ്പുള്ള ഭാഗത്ത് വരുന്നതാണ്. ധ്രുവീയ ഉപധ്രുവീയ മേഖലയുടെ പ്രത്യേകത എന്താ? ഏറ്റവും തണുപ്പുള്ള ഭാഗമാണ്. ഓക്കെ, ഉഷ്ണമേഖല ഉപോഷ്ണ മേഖല ചൂടുള്ള ഭാഗത്താണ്, അതുകൊണ്ടാണ് അതിന് വാം കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഉഷ്ണജല പ്രവാഹം എന്ന് പറയുന്നത്. യെസ്. ഈ സമുദ്രജല പ്രവാഹങ്ങളെ കുറിച്ച് പറയുമ്പോൾ സമുദ്രജല ലവണത്വം, താപനില എന്നിവ ഓരോ സമുദ്രത്തിലും വ്യത്യാസമാണ്. അതൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കും കേട്ടോ. നമ്മൾ സിലബസിന്റെ ഭാഗമായിട്ട് ഇവിടെയൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് വിശദമായിട്ട്. ഇവിടെ കുറച്ച് ഫാക്സുകൾ മാത്രം പറഞ്ഞു പോകണം, എന്തൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത് എന്നുള്ള ജസ്റ്റ് ഒരു ടോപ്പിക്കുകൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഇതൊക്കെ വിശദമായിട്ട് പഠിക്കാനുള്ളതാണ്. അപ്പൊ ഈ വ്യത്യാസം സമുദ്രജലത്തിന്റെ സാന്ദ്രതാ വ്യത്യാസത്തിന് കാരണമാകുന്നു. അതുകൊണ്ട് സമുദ്രജലത്തിന്റെ സാന്ദ്രതാ വ്യത്യാസം ജലപ്രവാഹങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങളിൽ ഒന്നാണ്. അപ്പൊ ഇവിടെയൊക്കെ ചോദിക്കാം, സമുദ്രജലത്തിന്റെ സാന്ദ്രതാ വ്യത്യാസത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാം? സമുദ്രജല ലവണത്വം, താപനില, ഇങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ അതിൽ വരും. ഓക്കെ, അതിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇനി ഓരോന്ന് പഠിക്കാൻ പോവാണ്. ഇവിടെയാണ് നമ്മുടെ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ വ്യക്തമായിട്ട് പസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ ഏതൊക്കെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. പക്ഷെ ഈ ജലപ്രവാഹങ്ങൾ ഉഷ്ണജലം, ശീതജലം, കോൾഡ്, അതുപോലെ വാം കറണ്ട് ആൻഡ് കോൾഡ് കറണ്ട്, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏതാണ്? ഈ ഒരു ഡയറക്റ്റ് ആരോയിൽ ഇങ്ങനെ കൊടുത്തിട്ടാണ് ഉഷ്ണജല പ്രവാഹം, ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് ഇത് ശീതജല പ്രവാഹങ്ങൾ, വാം കറണ്ട്, കോൾഡ് കറണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി ഓരോന്നും നോക്കാം. ഫസ്റ്റ്, ഇപ്പോ ഇവിടെ ഓരോ ദ്വീപുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഏതെല്ലാം പ്രധാനപ്പെട്ട കുറച്ച് പ്രദേശങ്ങൾ, ഏതെല്ലാം പ്രദേശങ്ങളിലൂടെയാണ് ഇത് പോകുന്നത് എന്നുള്ളത്. നിങ്ങൾ നോക്കുക. ഫസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫിലിപ്പൈൻ ദ്വീപുകൾ 1, അല്ലെ? ഫിലിപ്പൈൻ ദ്വീപുകൾക്ക് ഇടയിലൂടെയാണ് ഇത് പോകുന്നത്, നമ്മുടെ കുറേഷ്യ പ്രവാഹം കടന്നു പോകുന്നത്. ഇനി രണ്ടാമത്തേത് ഏതാണ്? ജപ്പാൻ ദ്വീപുകൾ, അല്ലെ? ഒയാഷിയോ പ്രവാഹമൊക്കെ അവിടെയാണ് പോകുന്നത്. ഈ ഒയാഷിയോ പ്രവാഹമൊക്കെ ഏതാണ്? ഉഷ്ണജല പ്രവാഹമാണ്, കാരണം അവിടെ കൊടുത്തിട്ടുണ്ട്, അല്ല? ഏതെല്ലാമാണ് ഒയാഷിയോ പ്രവാഹം ശീതജല പ്രവാഹമാണ്, നമ്മൾ പഠിക്കട്ടെ. അപ്പൊ ഇപ്പൊ തന്നെ ഒരു കൺഫ്യൂഷൻ വരാൻ തുടങ്ങി. അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ ഒരു കോഡ് ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരില്ല. ഇനി അടുത്തത് ഏതാ? മൂന്നാമത്തത് തായ്വാൻ ദ്വീപുകളാണ് കേട്ടോ, തായ്വാൻ ദ്വീപുകൾ. പിന്നെ വരുന്നത് ഏതാ? നാലാമത്തത് നമ്മുടെ ടാസ്മാനിയ ഒരു ഭാഗത്ത് ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിന്റെ ഒക്കെ താഴെയായിട്ട് വരുന്നതാണ്, അല്ലെ? ഇപ്പൊ ഈ മാപ്പ് നോക്കുന്നത് റഷ്യയുടെ ഭാഗമാണ് ഇവിടെ, ഇത് നമ്മുടെ ഓസ്ട്രേലിയയുടെ ഭാഗത്ത്, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക ഇവിടെ ഇങ്ങനെ കൊടുക്കണം. ആ രണ്ട് ഭാഗങ്ങളാണ്, അല്ലെ? മർക്കാറ്റർ പ്രൊജക്ടർ മാപ്പിന്റെ ഭാഗമായിട്ടുള്ള ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് അഞ്ചാമത്തെ ഏതാണ്? ന്യൂസിലാൻഡ് ഈ ഒരു ഭാഗത്തായിട്ട് വരും. പിന്നെ വരുന്നതാണ് ഇത് നമ്മുടെ ന്യൂഗിനി ദ്വീപുകൾ, എവിടെയാണ്? ആറാമത്തെ ദ്വീപ് ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഏഴാമത്തതാണ് ഏത്? ബെറിങ് കടലിടുക്ക്. അപ്പൊ ഈ ബെറിങ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന പ്രവാഹം ഏതാണ്? അത് ഉഷ്ണജല പ്രവാഹമാണോ ശീതജല പ്രവാഹമാണോ നമുക്ക് അറിയണം. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ നോക്കുന്നത് ഓരോ പ്രവാഹങ്ങൾ, ഉഷ്ണജലം, ശീതജലം ഏതാണെന്നുള്ളത് മാത്രമാണ്. ഇതിന്റെ വിശദീകരിച്ച ക്ലാസ്സിൽ നമ്മൾ ഓരോന്ന് പറയും. ഇപ്പോ ഈ ഒരു ശീതജല ഒയാഷിയോ പ്രവാഹം ഏത് ഭാഗത്തൂടെ കടന്നു പോകുന്നു? ബെറിങ് കടലിടുക്കിലൂടെ കടന്നു പോകുന്നു. അപ്പൊ ഇത് വിശദമായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകും. അത് നമുക്ക് ടോപ്പിക്കിന്റെ അണ്ടറിൽ വളരെ വൈഡായിട്ട് നമുക്ക് ചില ടോപ്പിക് 1, 2, 3 ഒക്കെ ഉണ്ടായിരിക്കും. ഒക്കെ വീഡിയോ ഒക്കെ പ്രൈവറ്റ് ആയിരിക്കും. അപ്പൊ കോഴ്സിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് മാത്രമേ ക്ലാസ് കിട്ടുള്ളൂ. നമ്മളിങ്ങനെ ചിത്രം നോക്കി വളരെ കൃത്യമായിട്ടാണ് ഇതെല്ലാം നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ടത്. ഒക്കെ ചോദ്യങ്ങളാണ്. ഓക്കെ, ആഴത്തിലേക്ക് ഇറങ്ങിയിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ കുറെ ഈ മാപ്പിൽ അതിന്റെ ഓരോ 60 ഡിഗ്രി വടക്ക്, 60 ഡിഗ്രി തെക്ക്, ആ ഭാഗത്തൂടെ കടന്നു പോകുന്ന പ്രവാഹങ്ങൾ ഏതൊക്കെയാന്നൊക്കെ ചോദിക്കാം. അപ്പൊ അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരും. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് എന്ത് ചെയ്യും, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ടേബിൾ ചെയ്തിട്ടുണ്ട്.
ഉഷ്ണജല പ്രവാഹങ്ങൾ, ശീതജല പ്രവാഹങ്ങൾ. നോക്കിക്കോളുക. ഇങ്ങനെ പഠിച്ചാൽ എന്തായാലും ഇത് മറന്നു പോകില്ലേ? അപ്പൊ നമ്മളിവിടെ ഒരു കോഡ് ഇട്ടിട്ടുണ്ട്. കോഡൊക്കെ നിങ്ങൾ നോക്കുക. കോഡൊക്കെ ആകുമ്പം കോമഡിയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഒരു മാർക്ക് എങ്ങനെയാലും എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് കിട്ടണം. ഒരു ചോദ്യം എന്തായാലും ഇവിടുന്ന് വരുമല്ലോ. അപ്പൊ പിന്നെ കോഡ് ഇടല നിവർത്തിയില്ല. ഇനി അഥവാ നല്ല കോഡുകളൊക്കെ ഇതിനൊക്കെ ഉണ്ടെങ്കിലൊക്കെ കമന്റ് ചെയ്യാം താഴെ. ഓക്കെ, അപ്പൊ നോക്കിക്കോളാം. ഉഷ്ണജല പ്രവാഹങ്ങൾ ഏതൊക്കെയാണ്? ഉത്തര മധ്യരേഖാ പ്രവാഹം, മധ്യരേഖാ പ്രതിപ്രവാഹം, ബ്രിട്ടീഷ് കൊളംബിയൻ പ്രവാഹം, കുറോഷിയോ പ്രവാഹം, ദക്ഷിണ മധ്യരേഖാ പ്രവാഹം, ഉത്തര പസഫിക് പ്രവാഹം, പൂർവ്വ ഓസ്ട്രേലിയൻ പ്രവാഹം. അപ്പൊ ഇവിടെയായിരുന്നു നമ്മുടെ ചോദ്യം അല്ലെ. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് കുറോഷ്യ പ്രവാഹം ഏതിന്റെ ഭാഗമായിരുന്നു? ഉഷ്ണജല പ്രവാഹമാണ്, പസഫിക് സമുദ്രത്തിലെ. അപ്പൊ ഇവിടെ ഓപ്ഷനിൽ ഒയാഷിയ ഉണ്ട്, കാലിഫോർണിയ, അങ്ങനെ ഒരുപാട് 2-3 അതർ ഓപ്ഷൻസ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ കൺഫ്യൂഷൻ എന്തായാലും വരും. അപ്പൊ ഇത് പഠിച്ചു വെക്കാൻ പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹങ്ങൾ. ഇനി പസഫിക് സമുദ്രത്തിലെ ശീതജല പ്രവാഹം ഏതൊക്കെയാണ്? ഒന്ന് ഒയാഷിയോ പ്രവാഹം, കാലിഫോർണിയ പ്രവാഹം, പശ്ചിമവാത പ്രവാഹം, പെറു അല്ലെങ്കിൽ ഹംബോൾട്ട് പ്രവാഹം. ഇതൊക്കെ പഠിച്ചു നോക്കുക. പെറു അല്ലെങ്കിൽ ഹംബോൾട്ട് പ്രവാഹം ഒക്കെ ശീതജല പ്രവാഹമാണ്. അപ്പൊ ഞാനിവിടെ ഒരു കോഡ് കൊടുക്കാൻ പോവാണ്. അപ്പൊ ഉഷ്ണജല പ്രവാഹം പഠിക്കാനുള്ള ഒരു കോഡാണ് കേട്ടോ. നോക്കിക്കോളുക. കോഡ് ഞാൻ പറഞ്ഞു നല്ല കോമഡിയാണ് എന്നുള്ളത്. ഇവിടെ കോമഡിയോ ട്രാജഡിയോ ഒന്നോ എന്നുള്ളത് ഇപ്പൊ മാർക്ക് പോയി കഴിഞ്ഞാൽ ട്രാജഡി ആവും, ഒരു മാർക്ക് പോയി കഴിഞ്ഞാൽ. അപ്പൊ ഇത് എങ്ങനെയെങ്കിലും ഒക്കെ ഇത് പഠിച്ചു വെക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ ഇത് 2-3 പ്രാവശ്യം തന്നെ വായിക്കുക. പിന്നെ അതിലെ ഉഷ്ണജല പ്രവാഹങ്ങൾ അത് കറക്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം ഏതാണ്? ഉത്തര മധ്യരേഖാ പ്രവാഹം, മധ്യരേഖാ പ്രതിപ്രവാഹം, ബ്രിട്ടീഷ് കൊളംബിയൻ പ്രവാഹം, കുറോഷിയോ പ്രവാഹം, ദക്ഷിണ മധ്യരേഖാ പ്രവാഹം, ഉത്തര പസഫിക് പ്രവാഹം, പൂർവ്വ ഓസ്ട്രേലിയൻ പ്രവാഹം. ഇവ ഉഷ്ണജല പ്രവാഹമാണ്. പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹമാണ്. ഇങ്ങനെ പഠിച്ചാൽ ഉറപ്പായിട്ടും തെറ്റും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. എന്നാൽ ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കൂ. ഉമ ഒരാളുടെ പേരാട്ടോ. ഉമ എന്ത് പേരും കൊടുക്കും. അവിടെ ഉത്തര എന്നുള്ളത് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഉത്തമ എന്നൊക്കെ വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ഉമ എന്ന് മാത്രമേ കൊടുത്തുള്ളത്. ഉമ കോളാമ്പിയിൽ കുറെ ദക്ഷിണ എടുത്തിട്ട് ഉത്തരത്തിൽ ആസ്ട്രേലിയ വെച്ചു എന്ന് പറഞ്ഞ്. ഉമ കോളാമ്പിയില് കുറെ ദക്ഷിണ എടുത്തിട്ട് ഉത്തരത്തിലെ ആസ്ട്രേലിയ വെച്ചു. വളരെ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ കോഡാണ് കേട്ടോ. അപ്പോ ഇതിന് നല്ല കോഡൊക്കെ ഉണ്ടെങ്കിൽ നാളെ കമന്റ് ചെയ്തോളാം. നമുക്ക് എങ്ങനെയാലും ഒരു മാർക്ക് കിട്ടിയാൽ മതി, അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അപ്പൊ ഉമ കോളാമ്പിയിൽ കുറെ ദക്ഷിണ എടുത്തിട്ട് ഉത്തരത്തിൽ ആസ്ട്രേലിയ, വീടിന്റെ ഉത്തരത്തിൽ ആസ്ട്രേലിയ വെച്ചു കേട്ടോ. അപ്പൊ ഉമ, ഈ ഉമ ഉത്തര മധ്യരേഖാ പ്രവാഹം. ഇതാണ് നമ്മൾ 3-4-5 വട്ടം വായിക്കേണ്ടത്. ഉത്തര മധ്യരേഖാ പ്രവാഹം. ഇനി ഏതാണ്? മധ്യരേഖാ പ്രതിപ്രവാഹം. മധ്യരേഖാ പ്രതിപ്രവാഹം ഇപ്പൊ അവിടെ തന്നെ ഉണ്ട്. ഉത്തര മധ്യരേഖാ പ്രവാഹം എന്ന് പറഞ്ഞല്ലോ. ഇനി നമുക്ക് പിന്നെ അത് അവിടെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാം, ഈ മധ്യരേഖാ പ്രതിപ്രവാഹം. ഇനി കോളാമ്പിയിൽ ആണ് നമ്മുടെ ദക്ഷിണ എടുത്തത്, കുറെ ദക്ഷിണ എടുത്തത്. അപ്പൊ കൊളംബിയൻ പ്രവാഹം, ബ്രിട്ടീഷ് കൊളംബിയൻ പ്രവാഹം, അത് കണക്ട് ചെയ്യാം. ഓക്കെ, എല്ലാത്തിനൊക്കെ കോഡ് ഇടാന്ന് ഇപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം. ബ്രിട്ടീഷ് കൊളംബിയയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ അടിക്കും. അപ്പൊ ആ കൊളംബിയയുടെ ഓപ്ഷനിൽ നമ്മുടെ ആരുണ്ടാവും? ബ്രിട്ടീഷ് കൊളംബിയ ഉണ്ടാവും, അടിച്ചോളാം. പിന്നെ കുറോഷിയോ പ്രവാഹം, ദക്ഷിണ എടുത്തു എന്നാ പറഞ്ഞത്. അതേതാണ്? ദക്ഷിണ മധ്യരേഖാ പ്രവാഹം, ദക്ഷിണ മധ്യരേഖാ പ്രവാഹം. പിന്നെ ഉത്തരത്തില് ആസ്ട്രേലിയ വെച്ചു. അപ്പൊ അവിടെ ഒരു ഉത്തരത്തിലെ ഉത്തര പസഫിക് പ്രവാഹം, കാരണം പസഫിക്കിലാണുള്ള ചോദ്യം. അപ്പൊ ഉത്തര പസഫിക്കിലെ പ്രവാഹം. ഇനി ആസ്ട്രേലിയ വെച്ചു, പൂർവ്വ ആസ്ട്രേലിയൻ പ്രവാഹം. അപ്പൊ ഇത് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം, ആദ്യം ഈ കോഡൊന്ന് മനസ്സിലാക്കി നോക്കുക. എങ്ങനെയാണ്? ഉമ കോളാമ്പിയയിൽ കുറെ ദക്ഷിണ എടുത്തിട്ട് വീടിലെ ഉത്തരത്തിലെ ആസ്ട്രേലിയ വെച്ചു എന്നുള്ളതാണ് എന്തുള്ളത് നമ്മുടെ കോഡ്. അപ്പൊ എന്താണ്? ഉത്തര മധ്യരേഖാ പ്രവാഹം. പിന്നെ മധ്യരേഖാ പ്രവാഹം ഉണ്ടല്ലോ, അതിന്റെ മധ്യരേഖാ പ്രതിപ്രവാഹം. പിന്നെ കോളാമ്പി, ബ്രിട്ടീഷ് കൊളംബിയൻ പ്രവാഹം, കുറോഷിയോ പ്രവാഹം. ഇനി വീടിന്റെ ഉത്തരത്തിലാണ് വെച്ചത്, ദക്ഷിണ മധ്യരേഖാ പ്രവാഹം. ഇവിടെ വീടിന്റെ ഉത്തരത്തിലാണ്. ഉത്തര പസഫിക് പ്രവാഹം. മാറരുത്, പസഫിക് സമുദ്രത്തിലാണ് കേട്ടോ. ആസ്ട്രേലിയ വെച്ചു, പൂർവ്വ ആസ്ട്രേലിയൻ പ്രവാഹം. അപ്പൊ ഒന്ന് വായിച്ചു നോക്കുക, 2-3 വട്ടം വായിച്ചു നോക്കുക. സംഭവം എന്തായാലും കിട്ടും. ഇനി ഇവിടെ മാറൂല. ഇനി ഇത് പോയി നേരെ തിരിയാൻ പാടില്ല. ഏത്? ഇനിയിപ്പോ ഇതൊക്കെ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങളുടെ കോഡാണോ ഒന്നും കൺഫ്യൂഷൻ അടിക്കണ്ട. അപ്പൊ ഒക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. അങ്ങനെ എല്ലാത്തിനും കോഡിട്ട് കഴിഞ്ഞാൽ പിന്നെ പരീക്ഷ ഹാളിൽ എന്ത് ചെയ്യും? നമ്മൾ ഇതുവരെ കിട്ടാത്ത ചില പാട്ടൊക്കെ ചിലപ്പോൾ പരീക്ഷ ഹാളിൽ നിന്നൊക്കെ ഓർമ്മ വരും. അങ്ങനെയാണതല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കോമഡികളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ റീൽസിലെ പാട്ടുകളൊക്കെ പാടെ ഇങ്ങോട്ട് കയറി വരും, തലയിലേക്ക് കയറി വരുന്ന ഒരു സംഭവങ്ങളൊക്കെയാണ്. അപ്പൊ റീൽസ് ഒക്കെ കുറെ ഒഴിവാക്കുക. റീൽസൊക്കെ ഇപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ നമ്മുടെ വൈബ് വേറെയാണതല്ലേ, തന്ത വൈബ് എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ അതന്നെയാണ് നല്ലത്. ഇങ്ങനെ ഒരു ജോലി നമ്മുടെ കയ്യിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണ് ഇപ്പൊ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ വൈബൊക്കെ നമുക്ക് പിന്നെ ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ ഇപ്പൊ ഒന്ന് പതുങ്ങാണ് ഏറ്റവും നല്ലത്. അപ്പോ നമ്മുടെ
നേരെ അടുത്ത ശീതജല പ്രവാഹങ്ങൾ പഠിക്കാനുള്ള കോഡിലേക്കൊന്ന് പോവാം. ഓക്കെ, യെസ്, ഇതേതാണ്? ഇത് ഞാൻ കുറെ ആലോചിച്ചു എന്താ ഇത് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കോഡ് ഉണ്ടാക്കിയതാണ്. ഒയാക്ക എന്ന് പറഞ്ഞൊരു പക്ഷി. അങ്ങനെ ഒരു പക്ഷിയൊന്നുമില്ല, ഞാൻ ചാറ്റ് ജി പി ടിയിലൊക്കെ വെറുതെ തെരഞ്ഞു അങ്ങനെ വല്ല പക്ഷി ഉണ്ടോ എന്നുള്ളത്. ഈ ഒയാക്ക. അപ്പൊ ചാറ്റ് ജി പി ടിയിൽ ഇങ്ങനെ ഒരു സാധനം തന്നെ ജീവിച്ചു, ഇങ്ങനെ ഒരു സംഭവം തന്നെ അല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ എന്നാലും നമ്മളൊരു പക്ഷിയുടെ പേരാക്കണം, ഒയാക്ക. ഒയാക്ക പക്ഷി പറന്നു. ഏതാണ്? ശീതജല പ്രവാഹം കേട്ടോ, ശീതജല പ്രവാഹം. പസഫിക് സമുദ്രത്തിലെ ശീതജല പ്രവാഹം എന്താണ്? ഒയാക്ക. ഒയാക്ക പക്ഷി പറന്നു. ഒയാക്ക. ഇനി പറഞ്ഞോളൂ. ഒയാശിയോ പ്രവാഹം. ഇനി കാലിഫോർണിയ. പിന്നെ പിന്നെ നിങ്ങൾ നോക്കുക, ഇപ്പൊ വേണമെങ്കിൽ ഇപ്പൊ എന്നുള്ളത് കാലിയ. ഒയാക്ക കാലിയ പക്ഷി പറന്നു. കാലിയ എന്ന് പറഞ്ഞാൽ കാക്കയാണല്ലോ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. ഒയാക്ക കാലിയ, ഒയാക്കാലിയ. ഒയാക്കാലിയ ആയിക്കോട്ടെ എന്നാ പിന്നെ കാലിഫോർണിയ ഡൗട്ട് അടിക്കൂലല്ലോ. അപ്പോ ഒയാക്ക പക്ഷി പറന്നു. ഇപ്പൊ ഈ പറന്നു പെറു ഹംബോൾട്ട് ഉണ്ട് കേട്ടോ. അപ്പൊ ഒയാക്ക പക്ഷി പറന്നു. ഒയാക്ക പക്ഷി പെറ്റു എന്നൊക്കെയാണ് ആദ്യം, അല്ലെങ്കിൽ ഒയാക്ക പക്ഷി പെറുന്നൊക്കെയാണ് ഒരു കോടൊക്കെ ആലോചിച്ചത്. അപ്പൊ നമുക്കൊരു പറന്നു പോയി എന്നുള്ളതാക്കാം. അപ്പൊ ഒയാക്ക പക്ഷി പറന്നു. അപ്പൊ ഏതാണ്? പസഫിക് സമുദ്രത്തിലെ ശീതജല പ്രവാഹങ്ങൾ ഒയാക്ക. ഒയാശിയോ. കാലിഫോർണിയ. പക്ഷി പശ്ചിമവാത പ്രവാഹമാണ്. പറന്നു പെറു ഹംബോൾട്ട് പ്രവാഹം. ഓക്കെ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് സമയമെടുത്ത് കണ്ടുപിടിച്ചൊരു കോഡാണ്. ഇനി എന്താണെന്നുള്ളതൊക്കെ ഇതിനേക്കാളും നല്ലതൊക്കെ ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ചിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, യെസ്, താങ്ക് യു. ഇനി അടുത്തത് നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രവാഹങ്ങളാണ്. വിശദമായിട്ട് നമുക്ക് നോക്കാനുണ്ട്. ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകളുടെ അടുത്തൂടെ പോകുന്ന പ്രവാഹം ഏതാണ്? അത് ഉഷ്ണജലമാണോ ശീതജലമാണോ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ? ഇനി ഏതാണ്? ന്യൂ ഫൗണ്ട്ലാൻഡ് ദ്വീപുകൾ. കണ്ടോ, ന്യൂ ഫൗണ്ട്ലാൻഡ് ദ്വീപിലൂടെ കടന്നു പോകുന്നത് ലാബ്രഡോർ പ്രവാഹമാണ് കേട്ടോ. ലാബ്രഡോർ പ്രവാഹമാണ് നമ്മുടെ എവിടെ കടന്നു പോകുന്നത്? ഈ ന്യൂ ഫൗണ്ട്ലാൻഡ് ദ്വീപിലൂടെ കടന്നു പോകുന്നത്. അത് ഉഷ്ണജലമാണോ ശീതജലമാണോ എന്നുള്ളത് നമുക്ക് പഠിച്ചു നോക്കാനുണ്ട്. ഓക്കെ, യെസ്, നമ്മളതൊക്കെ നമ്മൾ നോക്കുന്നതാണ്. അത് ശീതജല പ്രവാഹമാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ അതിന്റെ എക്സ്പ്ലനേഷൻ ഭാഗത്തേക്കൊന്ന് പോവാം. അതിന്റെ ഏതൊക്കെ പ്രവാഹങ്ങളാണ് നോക്കാം. എക്സ്പ്ലനേഷനൊക്കെ നമ്മൾ ക്ലാസ്സിലിടും. അപ്പൊ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഇവിടെ കുറച്ച് കണക്ഷൻ ഉണ്ട്. ഇപ്പൊ ആദ്യത്തെ ഉത്തര മധ്യരേഖാ പ്രവാഹം, മധ്യരേഖാ പ്രതിപ്രവാഹം, ഇതൊക്കെ എവിടെ ഉള്ളത് തന്നെയാണ്? നമ്മുടെ കഴിഞ്ഞ കോഡിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് രണ്ടും ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇനി നമ്മൾ ആ ഒരു കോഡൊന്ന് ജസ്റ്റ് ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ കാരണം ഇവിടെ ഫ്ലോറിഡ ഉണ്ട്, പിന്നെ ആരാണ്? നമ്മുടെ ബ്രസീൽ ഉണ്ട്, ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം ഉണ്ട്, ഗൾഫ് സ്ട്രീം ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രവാഹവുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ ഞാനിവിടെ ഒരു കോഡ്, ഒരു പൊട്ടക്കോഡ് ഇവിടെ കണ്ടുപിടിച്ച് കൊടുത്തിട്ടുണ്ട്. ഉമ ഫ്ലോറിൽ കിടക്കുന്ന ദക്ഷിണ എടുത്തിട്ട് ബാഗിൽ വെച്ചു എന്നുള്ളതാണ് കേട്ടോ. നമ്മളെ ഉമ, കാരണം ഉമ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാകുന്നതാണ് ഈ ഉത്തര മധ്യരേഖ പ്രവാഹം, മധ്യരേഖ പ്രതിപ്രവാഹം. ആരതി ഉമ ആരാന്നുള്ളത് പഠിച്ചു നോക്കുക. ഉത്തര മധ്യരേഖ പ്രവാഹം, പിന്നെ മധ്യരേഖ പ്രതിപ്രവാഹം. ഈ ഉമയിൽ തന്നെ നമുക്ക് പറയാം ഉത്തര മധ്യം അല്ല ഉമ, അത് അങ്ങനെയും കണക്ട് ചെയ്യാം. പിന്നെ ഈ മധ്യരേഖയ്ക്ക് എന്തുണ്ട്? അറ്റ്ലാന്റിക്കിലും പസഫിക്കിലും ഉഷ്ണജല പ്രവാഹങ്ങൾ ഒരു പ്രതിപ്രവാഹം ഉണ്ട്. ഓക്കെ, അപ്പൊ അതങ്ങനെ കണക്ട് ചെയ്യാം. പിന്നെ ഫ്ലോറിൽ കിടക്കുന്ന ദക്ഷിണ എടുത്തിട്ട് ബാഗിൽ വെച്ച്. ബാഗ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ബി ഏതാണ്? ബി ബ്രസീൽ പ്രവാഹം. ഇനി എ അവിടെ കൊടുത്തത് ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹമാണ്, കാരണം ഇത് അറ്റ്ലാന്റിക്കിലാണല്ലോ. അപ്പോൾ ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം. നമ്മൾ നേരത്തെ പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹത്തിൽ ഉത്തര പസഫിക് പ്രവാഹം ഉണ്ടായിരുന്നു. ഇവിടെ ഏതാണ്? ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം. പിന്നെ ജി ഗൾഫ് സ്ട്രീം. ഒക്കെ ആണല്ലോ അല്ലെ? എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് പഠിച്ചു നോക്കുക. ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. അപ്പൊ ഉമ്മ ഫ്ലോറിൽ കിടക്കുന്ന ദക്ഷിണ എടുത്ത് ബാഗിൽ വെച്ചു. അതാണ് ഏത്? ഉത്തര മധ്യരേഖ പ്രവാഹം, മധ്യരേഖ പ്രതിപ്രവാഹം, ഫ്ലോറിഡ പ്രവാഹം, ദക്ഷിണ മധ്യരേഖ പ്രവാഹം, ബ്രസീൽ പ്രവാഹം, ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം, ഗൾഫ് സ്ട്രീം. ഓക്കെ അല്ലേ? ഇനി ഇതിന് കോഡ് ഏതാ? ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ? ഇതിന് പറ്റിയൊരു കോഡ് ഞാനൊരു പശ്ചിമൻ കാല എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പശ്ചിമൻ കാല. ഇതൊക്കെ ചിലപ്പോ ബുദ്ധിമുട്ടാവും. ഞാൻ ജസ്റ്റ് ആ ഫസ്റ്റത്തെ പേരൊക്കെ കണക്ട് ചെയ്ത് അങ്ങനെ കൊടുത്തതാണ്. ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളൊരു കോഡ് ഇതിനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോ നിങ്ങൾ നോക്കുക, അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ പശ്ചിമൻ കാല ഏതൊക്കെയാണ്? പശ്ചിമൻ കാല. അപ്പൊ ഒന്ന് പക്ഷി ഏതാണ്? പശ്ചിമവാത പ്രവാഹം. ബെൻകാല പ്രവാഹം. കാല. അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ കാല നേരത്തെ പറഞ്ഞല്ലോ, അവിടെ
ചിലപ്പോൾ കാലിഫോർണിയ ഒരു ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കാനലായോ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്ത് നോക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ കൊടുത്തു എന്നോളും. അപ്പൊ ഇത് ചിലപ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പശ്ചിമൻ കാല ഏതാണ്? പശ്ചിമൻ കാല ഏതാ? പശ്ചിമവാദ പ്രവാഹം. ബെൻകാല. കാനറീസ്. ലാബ്രഡോർ പ്രവാഹം. ഓക്കെ, ഇതിനും വേറെ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് നോക്കിയിട്ട് പറയാം. യെസ്, ഇനി നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രവാഹങ്ങളാണ് കേട്ടോ. നോക്കിക്കോളുക, കൃത്യമായിട്ട് ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ഉഷ്ണജല പ്രവാഹം, ശീതജല പ്രവാഹങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇനി ഇവിടെ അടുത്ത് നമുക്ക് നോക്കാം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രവാഹങ്ങൾ ഏതൊക്കെയാ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പ്രവാഹം പഠിക്കാൻ ഈസിയാണ്. ദക്ഷിണ മധ്യരേഖാ പ്രവാഹം ഇവിടെ വരുന്നുണ്ട്. അഗുൽഹാസ് പ്രവാഹം, ഇതിന് കോഡൊന്നും ഇല്ല കേട്ടോ, വേണമെങ്കിൽ നോക്കിക്കോളുക. എല്ലാത്തിനും കോഡിട്ട് കഴിഞ്ഞാലും ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ശീതജല പ്രവാഹങ്ങൾ, പശ്ചിമവാത പ്രവാഹം, പശ്ചിമ ആസ്ട്രേലിയൻ പ്രവാഹം. അപ്പൊ നേരത്തെ കോഡൊക്കെ വെച്ചിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അങ്ങനെയുണ്ട്, ഇതൊക്കെ പഠിച്ചു വെച്ചാൽ എന്തുണ്ട്, എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഓപ്ഷനിലേക്ക് എത്താൻ പറ്റും, ശരിക്കും ശ്രദ്ധിച്ചിട്ട്. അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പ്രവാഹം, ദക്ഷിണ മധ്യരേഖാ പ്രവാഹം, അഗുൽഹാസ് പ്രവാഹം ഒക്കെ ഉഷ്ണജല പ്രവാഹമാണ്. ശീതജല പ്രവാഹം പശ്ചിമവാത പ്രവാഹം, പശ്ചിമ ആസ്ട്രേലിയൻ പ്രവാഹം. യെസ്, ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ഇനി രണ്ടാമത്തെ ചോദ്യം. ഇനിയിപ്പോ കൂടുതൽ എക്സ്പ്ലെയിൻ ഇവിടെ നമ്മൾ ചെയ്യണില്ല, സ്ക്രീനിൽ കാണാം. ഇതിന്റെ PPT ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ജൈവ വ്യതിയാനം വരുത്തിയ ജീവികളെ, ലിവിംഗ് മോഡിഫൈഡ് ഓർഗാനിസം, സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനുമുള്ള അന്താരാഷ്ട്ര ഉടമ്പടി. ചോദ്യം നിങ്ങൾ നോക്കുക, ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. കാർത്തജീന പ്രോട്ടോകോൾ, ഇവിടെയൊക്കെ നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ജൈവ വ്യതിയാനം വരുത്തിയ ജീവികളെ, ലിവിംഗ് മോഡിഫൈഡ് ഓർഗാനിസം, സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനുള്ള ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ഇത്, കാർത്തിജീന പ്രോട്ടോകോൾ. ഓക്കെ ആണല്ലോ അല്ലെ? യെസ്, കാർത്തിജീന പ്രോട്ടോകോൾ ഓൺ ബയോസേഫ്റ്റി ടു ദി കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്നത് ആധുനിക ബയോളജിയുടെ ഫലമായി ഒരു രാജ്യത്ത് നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്ന പരിഷ്കരിച്ച ജീവികളുടെ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയാണ്. എന്നാണ് ഇത് രൂപീകരിച്ചത്? 2000 ജനുവരി 29 ജൈവവൈവിധ്യത്തെ കുറിച്ചുള്ള കൺവെൻഷന്റെ അനുബന്ധ കരാറായി ഇത് അംഗീകരിക്കപ്പെടുകയും 2003 സെപ്റ്റംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്തു. അപ്പൊ 2003 സെപ്റ്റംബർ 11 നമ്മുടെ കാർത്തജീന പ്രോട്ടോകോൾ പ്രാബല്യത്തിൽ വരുന്നത്. 2003 സെപ്റ്റംബർ 11, അത് പഠിച്ചു വെക്കുക. ഇനി ഇതിന്റെ തീം ഇതാ, തീം ഓഫ് ഇന്റർനാഷണൽ ഡേ ഓഫ് ബയോഡൈവേഴ്സിറ്റി 2024, ബി പാർട്ട് ഓഫ് ദ പ്ലാൻ. ഇതൊക്കെ ഈ തീമുകളൊക്കെ പ്രധാനപ്പെട്ടാണ്. അതൊക്കെ നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. തീം ഓഫ് ഇന്റർനാഷണൽ ഡേ ഫോർ ബയോഡൈവേഴ്സിറ്റി 2024, ദാറ്റ് വാസ് ബി പാർട്ട് ഓഫ് ദ പ്ലാൻ. 2004 ജൈവവൈവിധ്യത്തിനുള്ള അന്താരാഷ്ട്ര ദിനത്തിന്റെ പ്രമേയം പദ്ധതിയുടെ ഭാഗമാകൂ എന്നുള്ളതാണ്. ഇനി ക്യോട്ടോ പ്രോട്ടോകോൾ, ഇനി ഇതൊക്കെ വിശദീകരിക്കണോ? ഇതൊക്കെ നമ്മൾ വായിച്ചിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ കുറക്കുന്നതിന് വേണ്ടി ഐക്യരാഷ്ട്രസഭ കൊണ്ടുവന്ന പദ്ധതിയാണ് ഇത്, ക്യോട്ടോ പ്രോട്ടോകോൾ. 11 ഡിസംബർ 1997 ജപ്പാനിലെ ക്യോട്ടോയിൽ വെച്ച് രൂപീകരിച്ച ഉടമ്പടിയിൽ 191 രാജ്യങ്ങൾ ഒപ്പുവെച്ചു. ഡിസംബർ 11, 1997 കേട്ടോ. വികസിത രാജ്യങ്ങൾ, പ്രത്യേകിച്ചും അമേരിക്കൻ ഐക്യനാടുകൾ, കാനഡ തുടങ്ങിയവ ഇതിനെ ശക്തമായി എതിർത്തു. ഒരു പ്രധാന പോയിന്റ്, 2011 കാനഡ ഔദ്യോഗികമായിട്ട് ക്യോട്ടോ പ്രോട്ടോകോളിൽ നിന്നും പിന്മാറി. കരാർ പ്രകാരം ഉടമ്പടി രാജ്യങ്ങൾ ഹരിതഗൃഹവാതകം പുറന്തള്ളുന്ന തോത് കുറക്കണം. കൂടാതെ അന്തരീക്ഷത്തിലെ കാർബൺ മോണോക്സൈഡിന്റെ അളവ് കുറയ്ക്കാനും ഈ പദ്ധതി ലക്ഷ്യം വെക്കുന്നു. പോയിന്റുകളാണ് പഠിച്ചു നോക്കുക. ഇനി മോൺട്രിയൽ പ്രോട്ടോകോൾ, ഇത് 1987 സെപ്റ്റംബർ 16 രൂപീകരിച്ചത്. 1987 സെപ്റ്റംബർ 16 ഇത് മോൺട്രിയൽ പ്രോട്ടോകോൾ. ഉദ്ദേശം എന്താണ്? ഓസോൺ പാളിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മൂലം വായുമണ്ഡലത്തിലെ ഓസോൺ പാളി തകർന്നു പോകുന്ന ഒരു ഗുരുതര പ്രശ്നം ആധുനിക ലോകം നേരിടുന്നുണ്ട്. 2024 ഓസോൺ പാളി സംരക്ഷണ അന്താരാഷ്ട്ര ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? മോൺട്രിയൽ പ്രോട്ടോകോൾ കാലാവസ്ഥാ പ്രവർത്തനത്തെ മുന്നോട്ട് നയിക്കുന്നു എന്നതാണ് ഇതിന്റെ തീം. കാലാവസ്ഥാ പ്രവർത്തനത്തെ മുന്നോട്ട് നയിക്കുന്നു, മോൺട്രിയൽ പ്രോട്ടോകോളിന്റെ തീം. 1992 ജൈവവൈവിധ്യ കൺവെൻഷന്റെ 2010 അനുബന്ധ കരാറാണ് ഇത്, നഗോയ പ്രോട്ടോകോൾ. ഇതൊക്കെ നമ്മുടെ ഓപ്ഷനിലുള്ളതാണ്. ഇങ്ങനെ കുറെ പ്രോട്ടോകോൾ നമുക്ക് പഠിക്കാനുണ്ട്. നഗോയ പ്രോട്ടോകോൾ ഓൺ ആക്സസ് ആൻഡ് ബെനഫിറ്റ് ഷെയറിംഗ്, ABS എന്നും അറിയപ്പെടുന്നു. ഓക്കെ, നഗോയ പ്രോട്ടോകോൾ വേറെ പേരുണ്ട്, ABS. എന്താണ്? ഓൺ ആക്സസ് ആൻഡ് ബെനഫിറ്റ് ഷെയറിംഗ്. CBDയുടെ 3 ലക്ഷ്യങ്ങളിൽ നടപ്പാക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. ജനിതക വിഭാഗങ്ങളുടെ വിനിയോഗത്തിൽ നിന്നുണ്ടാകുന്ന ആനുകൂല്യങ്ങളുടെ ന്യായവും തുല്യവുമായ പങ്കുവെക്കൽ, അതുവഴി ജൈവത്തിന്റെ സംരക്ഷണത്തിനും സുസ്ഥിര ഉപയോഗത്തിന് സംഭാവന നൽകുന്നു. ഇപ്പൊ ജസ്റ്റ് വായിച്ചു പോവാണ്. ജനിതക ഉറവിടങ്ങളിലേക്കുള്ള പ്രവേശന ആനുകൂല്യങ്ങൾ പങ്കിടൽ, പാലിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട് നടപടി കൈക്കൊള്ളുന്ന കരാർ കക്ഷികൾക്ക് ഉടമ്പടി നൽകുന്നു. ഓക്കെ, 2010 ഒക്ടോബർ 25 ജപ്പാനിലെ നഗോയിൽ വെച്ച് പ്രോട്ടോകോൾ അംഗീകരിക്കുകയും 2014 ഒക്ടോബർ 12 പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ഇത് പഠിച്ചു വെക്കുക. 2014 ഒക്ടോബർ 12 ഇത് പ്രാബല്യത്തിൽ വരുന്നത്.
2020 ഒക്ടോബർ മുതൽ 127 UN അംഗരാജ്യങ്ങളും യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ 128 കക്ഷി രാജ്യങ്ങൾ ഇത് അംഗീകരിച്ചു നഗോയ പ്രോട്ടോകോൾ. ഇനി ദ തീം 2024 COP16 പീസ് വിത്ത് നേച്ചർ, പ്രകൃതിയുമായുള്ള സമാധാനമാണ് COP16ന്റെ തീം, 2024 തീം. ഇതൊക്കെ പഠിച്ചു വെക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. കുറച്ച് ഡീപ്പായിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ഏത്? നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒരു ഭ്രംശ താഴ്വര ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നോക്കിക്കോളാം, ഏതാണ് താഴെ കൊടുത്ത ഒരു ഭ്രംശ താഴ്വര ഏതാണ്? സോനോമ താഴ്വരയുണ്ട്, ജോർദാൻ താഴ്വരയുണ്ട്, ചിനാബ് താഴ്വരയുണ്ട്, അപ്പലേച്ചിയൻ താഴ്വര. ഇതൊക്കെ വളരെ ഡീപ്പായിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ഏതാണ്? ജോർദാൻ താഴ്വരയാണ് നമ്മുടെ ആൻസർ. അപ്പൊ ഇതൊന്ന് നമുക്ക് വിശദമായിട്ട് നോക്കേണ്ടതുണ്ട്. ഭൂമിയുടെ ബാഹ്യപാളിയായി മാൻഡിൽ പെടുന്നുണ്ടാകുന്ന താഴ്വരകളാണ് ഇത് നമ്മുടെ റിഫ്റ്റ് വാലികൾ എന്നറിയപ്പെടുന്നത്. ഇങ്ങനെയുള്ള താഴ്വരകൾ പൊതുവെ ഇടുങ്ങിയവയും കിടക്കാൻ തൂക്കായ പാറക്കെട്ടുകൾ ഉണ്ടാകുന്ന ചുമരുകൾ കൂടി ഉണ്ടാവുന്നവയാണ്. തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയിൽ സിറിയ മുതൽ തെക്ക് കിഴക്കൻ ആഫ്രിക്കയിൽ മൊസാംബിക് വരെ നീണ്ടു കിടക്കുന്ന 6000 കിലോമീറ്റർ, അതായത് 3700 മൈൽ നീളം വരുന്ന ഇങ്ങനെയുള്ള ഒരു താഴ്വരയ്ക്ക് ബ്രിട്ടീഷ് പര്യവേഷകനായ ജോൺ വാൾട്ടർ ഗ്രിഗറി 19ാം നൂറ്റാണ്ടിന്റെ അവസാനം നൽകിയ പേരാണ് ഇത് ഗ്രേറ്റ് റിഫ്റ്റ് വാലി അഥവാ പിളർന്നുണ്ടായ മഹാതാഴ്വര എന്ന് പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കിക്കോളൂ. ഇപ്പൊ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ നിൽക്കുന്നില്ല, സമയം ഒരുപാട് പോകും. ഇതൊക്കെ നമ്മൾ ടോപ്പിക്കിനുണ്ടല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി നോക്കി എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് എന്നുള്ളത്. ഉഷ്ണ കുറച്ച് പോകാനുള്ള പ്രസരണവണികൾ, ചൂടുനീരുറവുകൾ കൊണ്ട് ഭൂമിശാസ്ത്രപരമായി വളരെ സജീവമാണ് ഈ മേഖല. എന്നാൽ ഗ്രേറ്റ് റിഫ്റ്റ് വാലി എന്ന ഈ പേര് ചരിത്രപരവും സാംസ്കാരികവുമായ ഒരു ധാരണ മാത്രമാണ്. കാരണം ഇതിന്റെ ഭാഗമായുള്ള ഓരോ പിളർപ്പ് താഴ്വരകളും പരസ്പരം ബന്ധപ്പെട്ടു വരുന്ന ഒരു പ്രത്യേക സംവിധാനത്തിന്റെ ഭാഗമല്ല. ജോർദാൻ വാലി ജോർദാൻ, ഇസ്രായേൽ, പാലസ്തീൻ എന്നിവിടങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നു. ഇത് ഡെഡ് സീ വരെയുള്ള ഗ്രേറ്റ് റിഫ്റ്റ് വാലി സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ജോർദാൻ വാലി, ജോർദാൻ, ഇസ്രായേൽ, പലസ്തീൻ ഇത്ര ഭാഗങ്ങളാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. റിഫ്റ്റ് വാലിക്കുള്ള ഉദാഹരണം കേട്ടോ, ഒന്ന് ഗ്രേറ്റ് റിഫ്റ്റ് വാലി. ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കി നോക്കണം. ഇതൊക്കെ PPT ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഗ്രേറ്റ് റിഫ്റ്റ് വാലിക്കുള്ള ഉദാഹരണമാണ്. ഏതാണ്? കിഴക്കൻ ആഫ്രിക്കയിലാട്ടോ. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ റിഫ്റ്റ് വാലിയാണ് ഇത് ഗ്രേറ്റ് റിഫ്റ്റ് വാലി. ഇത് മൊസാംബിക് മുതൽ ഇസ്രായേൽ വരെ വ്യാപിച്ചിരിക്കുന്നു. വിക്ടോറിയ തടാകം, താൻഗനിക തടാകം, മലാവി തടാകം എന്നിവ ഇതിന്റെ ഭാഗമാണ്. മനുഷ്യനുണ്ടായ ആദ്യകാല സാധ്യതകളെ കുറിച്ച് തെളിവുകൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഡനാക്കിൽ ഡിപ്രഷൻ എവിടെയാണ്? എത്യോപ്യയിലെ ആഫ്രിക്കയിലാണ്. ഏറ്റവും ചൂടുള്ള സ്ഥലങ്ങളിൽ ഒന്നാണിത്. ഇത് ആഫ്രിക്കൻ പ്ലേറ്റും അറേബ്യൻ പ്ലേറ്റും വേർപിരിയുന്ന മേഖലയിൽ സ്ഥിതി ചെയ്യുന്നു. പ്രധാനപ്പെട്ട ഒരു വാലിയാണത് ഡനാക്കിൽ ഡിപ്രഷൻ. ഇനി ഏതാണ്? ഡെഡ് റിഫ്റ്റ് വാലി, ഡെഡ് സീ റിഫ്റ്റ് വാലി. ഒക്കെ അത് വായിച്ചു നോക്കുക, പോസ് അടിച്ചിട്ട്. നർമ്മദ റിഫ്റ്റ് വാലി അല്ല കേട്ടോ, വാലി സ്ഥലം ഇന്ത്യ അല്ലേ. ഇനി നോക്കുക, റെയിൻ വാലി എവിടെയാണ്? ജർമ്മൻ, ഫ്രാൻസ്. റെയിൻ നദി ഈ റിഫ്റ്റ് വാലി ഒഴുകുന്നു. യൂറോപ്പിലെ ഒരു പ്രശസ്ത ഭൂപ്രകൃതിയാണ് ഇത് റെയിൻ വാലി. വാലി ഓഫ് അഫാർ ട്രയാങ്കിൾ എത്യോപ്യയിൽ ജിബൂട്ടിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കൊളറാഡോ റിഫ്റ്റ് വാലി USA ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇനി സോനോമ വാലി അമേരിക്കയിലെ കാലിഫോർണിയൽ സംസ്ഥാനത്തെ ഒരു പ്രശസ്തമായ വാലിയാണ് ഇത് സൊനോമ. ചിനാബ് വാലി ഒരു പ്രധാന ജിയോഗ്രഫിക്കൽ മേഖലയാണ് ഇത്. പാകിസ്ഥാൻ, ഖൈബർ പഖ്തുൻഖ്വ, ജമ്മു കാശ്മീറുകൾ ഉൾക്കൊള്ളുന്നു. ചിനാബ് നദി വാലിയുടെ മുഖ്യ ജലസ്രോതസ്സാണ്. ഇനി അപ്പലാച്ചിയൻ വാലി ഒരു പ്രധാന ഭൂമിശാസ്ത്ര പ്രദേശമാണ്. ഇത് അമേരിക്കയുടെ അപ്പലാച്ചിയൻ മലനിരകൾ അഥവാ അപ്പലാച്ചിയൻ റേഞ്ച് താഴ്ന്ന മേഖലകൾ ഉൾക്കൊള്ളുന്നു. ഈ വാലി അമേരിക്കയിലെ ഏറ്റവും പഴയ മലനിരകളുള്ള മേഖലകളിൽ ഒന്നായാണ് അറിയപ്പെടുന്നത്. ഓക്കെ, നമുക്ക് വിശദീകരിക്കാം. ഇനി 94ാമത്തെ ചോദ്യം, മൗണ്ട് മെറാപ്പി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചോദ്യം നിങ്ങൾ നോക്കുക, കുറച്ചൊക്കെ ആഴത്തിലായിട്ടുള്ള ചോദ്യങ്ങളാണ്. മൗണ്ട് മെറാപ്പി അഗ്നിപർവ്വതം എവിടെയാണ്? ഇന്തോനേഷ്യയിലാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. വെസൂപ്പിയസ് ഇറ്റലി, എറ്റിന ഇറ്റലി പഠിക്കാൻ ഈസിയാണ്. സ്ട്രംപോളി ഇറ്റലി. അപ്പോൾ വെസൂപ്പിയസ്, എറ്റിന, സ്ട്രംപോളിക്ക് എവിടെയാണ്? വെസൂപ്പിയസ്, എറ്റിന, സ്ട്രംപോളി ഇറ്റലിയിലാണ്. ബാരൻ ഇന്ത്യ, കിളിമഞ്ചാരോ ടാൻസാനിയയിലാണ്. നമ്മുടെ ഒരു സുഹൃത്ത്, നമ്മുടെ ഒറ്റ സുഹൃത്ത് ഇത് ഈ ടാൻസാനിയ കീഴടക്കിയിട്ടുണ്ട്, സഫ്വാൻ എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ നമ്മുടെ നാടിനൊരു അഭിമാന നേട്ടമായിരുന്നു അതൊക്കെ. കിളിമഞ്ചാരോ, ഇരുമുണ്ട സ്വദേശിയായ സഫ്വാൻ കിളിമഞ്ചാരോ അദ്ദേഹം കീഴടക്കി ടാൻസാനിയ. അപ്പൊ അദ്ദേഹം ടാൻസാനിയയിലാണ് ജോലി ചെയ്യുന്നത്. ക്രാക്കത്തോവ ഇന്തോനേഷ്യയിലാണ്. പീനതുംബോ ഫിലിപ്പീൻസിലാണ്. ചിംബോരാസോ ഇക്വഡോറിലാണ്. കോട്ടോപാക്സി ഇക്വഡോറിലാണ്. ഇസാൽക്കോ എൻ സാൽവദോറിലാണ്. ഇസാൽക്കോ പഠിക്കാൻ ഈസിയാണ്. ഇസാൽക്കോ എൻ സാൽവദോർ. പാരിക്യൂറ്റർ മെക്സിക്കോ.
ഫ്യൂജിയാമ ജപ്പാൻ, മോണോലോവ ഹവായ് ദ്വീപ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം 95ാമത്തെ ചോദ്യം. 2011 സെൻസസ് അനുസരിച്ച് അന്തർ സംസ്ഥാന കുടിയേറ്റം ഏറ്റവും കുറഞ്ഞ തോതിൽ നടന്ന ധാര ഏതാണ് എന്നുള്ളതാണ്. ഇത് ഓപ്ഷൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ആൻസർ ആയിരുന്നു. ഏതാണ്? നഗരങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിലേക്കാണ് കേട്ടോ. അപ്പൊ ഇനി മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സുകൾ കൊടുത്തിട്ടുണ്ട്. 2011 സെൻസസ് പ്രകാരം ഉത്തർപ്രദേശും ബീഹാറുമാണ് ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാരുള്ളത്. 2 സംസ്ഥാനങ്ങളിൽ നിന്ന് 20.9 ദശലക്ഷം ആളുകൾ സംസ്ഥാനത്തിന് പുറത്ത് കുടിയേറി. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം പുറത്തിറക്കിയ ആനുകാലിക ലേബർ ഫോഴ്സ് സർവേ 2020-21 അടിസ്ഥാനമാക്കി ഇന്ത്യയിലെ മൈഗ്രേഷൻ റിപ്പോർട്ട് 2020-21 അനുസരിച്ച് ഇന്ത്യയിലെ മൊത്തം കുടിയേറ്റ നിരക്ക് എത്രയാണ്? 28.9%. മൊത്തം കുടിയേറ്റക്കാരിൽ ഏകദേശം 10.8% പേർ തൊഴിലുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ കുടിയേറിയവരാണ്. തൊഴിൽ സംബന്ധമായ കാരണങ്ങൾ, ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇനി സംസ്ഥാനത്തിനകത്തുള്ള കുടിയേറ്റത്തിന് പങ്ക് ഏകദേശം 88%. അന്തർ സംസ്ഥാന കുടിയേറ്റത്തിന്റെ പങ്ക് 12%. ഓക്കെ, സംസ്ഥാനത്തിനകത്തുള്ളത് 88%, അന്തർ സംസ്ഥാനം 12%. കുടിയേറ്റക്കാരുടെ ഏറ്റവും വലിയ ശതമാനം മഹാരാഷ്ട്രയാണ്. കുടിയേറ്റക്കാർ ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്ര. എന്നാൽ അതേസമയം ഉത്തർപ്രദേശിലാണ് ഏറ്റവും കുടിയേറ്റം നടക്കുന്നത്. എവിടെയാണ്? നമ്മുടെ ഉത്തർപ്രദേശിലാണ് ആളുകൾ ഏറ്റവും കൂടുതൽ പോകുന്നത്. കുടിയേറ്റം നടക്കുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. എന്നാൽ കുടിയേറ്റക്കാരുടെ ഏറ്റവും വലിയ ശതമാനം മഹാരാഷ്ട്രയിൽ, ഏറ്റവും കൂടുതൽ കുടിയേറ്റം ഉത്തർപ്രദേശിലാണ്. ഭാരതത്തെ നമ്മൾ വിശദീകരിച്ച് പഠിക്കും. 2011 സെൻസസ് പ്രകാരം 455 ദശലക്ഷം ആളുകൾ കുടിയേറ്റക്കാരായിരുന്നു. ഇത് രാജ്യത്തെ മൊത്തം ജനസംഖ്യയുടെ 37% വരും 2011. 2023 ഇന്ത്യയിലെ മൊത്തം കുടിയേറ്റ നിരക്ക് 1000 ജനസംഖ്യയിൽ -0.329 ആയിരുന്നു. 2022 ഇത് 3.8% കുറവാണ് കാണിക്കുന്നത്. ഓരോ മിനിറ്റിലും 25-30 പേർ ഗ്രാമീണ മേഖലയിൽ നിന്നും മെച്ചപ്പെട്ട ജീവിതശൈലിയും തേടി ഇന്ത്യൻ നഗരങ്ങളെ കുടിയേറുന്നു. 2020-21 കണക്കനുസരിച്ച് നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ 1/3, അതായത് 34.6% ആളുകൾ മറ്റെവിടെയെങ്കിലും നിന്ന് കുടിയേറിയവരാണ്. അതേസമയം ഗ്രാമപ്രദേശങ്ങളിലും അതിന്റെ വിഹിതം ഏകദേശം 26.8% ആയിരുന്നു. ഇനി വിദേശ കുടിയേറ്റ ജനസംഖ്യയിൽ 21%-ലധികം ഡൽഹിയാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഏറ്റവും ഉയർന്നത് എവിടെ വരുന്നുണ്ട്? ഡൽഹി ഭാഗത്ത് വരുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യമാണ് ലോക തണ്ണീർത്തട ദിനം. ഈസി ആയ ചോദ്യമായിരുന്നു, ഫെബ്രുവരി 2. ഇനി കുറച്ച് ലോക ദിനങ്ങൾ നോക്കാം. നമ്മുടെ ജോഗ്രഫി റിലേറ്റ് ചെയ്തത്. മാർച്ച് 15 ലോക ഉപഭോക്തൃ അവകാശ ദിനം. ഓക്കെ, നമ്മുടെ എക്കണോമിക്സിന്റെ ഭാഗമാണ്. മാർച്ച് 21 ലോക ദാരിദ്ര്യ ദിനം, ലോക വന ദിനം. ഇനി നോക്കൂ, വനജല കാലാവസ്ഥ ക്ഷയ എന്നൊക്കെ പറഞ്ഞല്ലോ. വനജല കാലാവസ്ഥ ക്ഷയം എന്നൊക്കെ പറഞ്ഞിട്ട് 21, 22, 23, 24. ഇപ്പോ വനം മാർച്ച് 21 വനം, ജലം മാർച്ച് 22 ജലം, 23 കാലാവസ്ഥ വനജല കാലാവസ്ഥ ക്ഷയം. 21, 22, 23, 24 വനജല കാലാവസ്ഥ ക്ഷയം. 21, 22, 23, 24. ഓക്കെ, പഠിച്ചു വെക്കുക. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. ഏപ്രിൽ 22 ലോക ഭൗമദിനം. പ്രധാനപ്പെട്ടതാട്ടോ. ഏപ്രിൽ 22 ലോക ഭൗമദിനം. മെയ് 22 അടുത്ത ഒക്കെ ഇനി ജോഗ്രഫി റിലേറ്റ് ചെയ്തതാണ്. ജൈവ വൈവിധ്യ ദിനം. മെയ് 22 ജൈവ വൈവിധ്യ ദിനം. മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം. ഇനി ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ജൂൺ 8 ലോക സമുദ്ര ദിനം. ജൂൺ 17 ലോക വരൾച്ച മരുവൽക്കരണ നിരോധന ദിനം. ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനം. സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം. സെപ്റ്റംബർ 27 ലോക ടൂറിസം ദിനം. ഒക്ടോബർ 3 ലോക പാർപ്പിട ദിനം. ഒക്ടോബർ 4 ലോക മൃഗക്ഷേമ ദിനം. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം. ഒക്ടോബർ 17 ലോക ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനം. നവംബർ 1 ലോക വെജിറ്റേറിയൻ ദിനം. നവംബർ 10 ലോക ശാസ്ത്ര ദിനം. നവംബർ 14 ലോക പ്രമേഹ ദിനം. ഡിസംബർ 11 ലോക യൂണിസെഫ് ദിനം. ആഗോള പർവ്വത ദിനം. പഠിച്ചു നോക്കുക. ആഗോള പർവ്വത ദിനം ഡിസംബർ 11. ജോഗ്രഫി റിലേറ്റ് ചെയ്തത്. ഡിസംബർ 18 അന്താരാഷ്ട്ര കുടിയേറ്റ ദിനം. ഓക്കെ അല്ലേ? വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഡേറ്റുകളൊക്കെ, പഠിച്ചു നോക്കുക. 97 ഇന്ത്യ വികസിപ്പിച്ച നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഓക്കെ, ഇതിന്റെ ഓപ്ഷനൊക്കെ നിങ്ങൾ ഈ മലയാളത്തിലൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ അത് നമുക്ക് ഇത് കൺഫ്യൂഷൻ അടിക്കും അല്ലേ. ERNNS ഇതൊക്കെ ഇംഗ്ലീഷിലാണ് ഈ വലിയ അക്ഷരത്തിൽ എഴുതിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ലായിരുന്നു. നിങ്ങൾക്ക് ഇന്ത്യ വികസിപ്പിച്ച നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഏതാണ്? ഇതിൽ ഓപ്ഷൻ സി IRNSS അല്ലേ? അതാണ് അതിന്റെ ആൻസർ. നോക്കിക്കോളുക. ഇതിനെക്കുറിച്ചുള്ള കുറച്ച് ഫാക്ട്സുകൾ നമുക്കൊന്ന് പഠിക്കാം. ഈ IRNSSുമായി ബന്ധപ്പെട്ടത് നോക്കിക്കോളൂ. നാവിഗേഷനും റേഞ്ചിങ്ങുമായി ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചിട്ടുള്ള നാവിഗേഷൻ സിസ്റ്റമാണ് ഇത് IRNSS, ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം.
ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്നാണ് ഇതിന്റെ പൂർണ്ണരൂപം. നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു. 7 ഉപഗ്രഹങ്ങളുടെ ഒരു കൂട്ടമാണ്. 2 എണ്ണം ഭൂമിയിൽ എപ്പോഴും തയ്യാറായിരിക്കുന്നുണ്ടാവും. ഭൗമോപരിതലത്തിൽ നിന്ന് നമ്മുടെ സർഫേസ് ഓഫ് എർത്ത് നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ് ഇവയുടെ സ്ഥാനം. ഓക്കെ, അപ്പൊ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ, ഭൗമസ്ഥിര ഉപഗ്രഹങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ജിയോഗ്രഫിക്കലുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് സാറ്റലൈറ്റുകളൊക്കെ. ഓക്കെ, ഏതാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങളും ഭൗമസ്ഥിര ഉപഗ്രഹങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ ഭൗമസ്ഥിര ഉപഗ്രഹങ്ങളൊക്കെ 36,000 കിലോമീറ്റർ ഉയരത്തിലാന്നൊക്കെ നമ്മൾ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. IRNSS ആദ്യത്തെ ഉപഗ്രഹത്തിലെ വിക്ഷേപണം 2013 ജൂലൈ 1 ശ്രീഹരിക്കോട്ടയിലാണ് നടന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക, IRNSS 1A ജൂലൈ 1, 2013 പിന്നെ 1B ഏപ്രിൽ 4, 2014, IRNSS 1C നവംബർ 10, 2014, പിന്നെ 1D മാർച്ച് 28, 2018, 1E ജനുവരി 20, 2016, IRNSS 1F മാർച്ച് 10, 2016, then IRNSS 1G ഏപ്രിൽ 28, 2016 ഇതിന്റെ അവസാന വിക്ഷേപണം നടന്നത് IRNSSന്റെ. ഓക്കെ, ഇനി അതിന്റെ വിക്ഷേപണ വാഹനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ PSC ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ, ഈ വിക്ഷേപണ വാഹനങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, 98ാമത്തെ ചോദ്യം, കൊങ്കൺ റെയിൽവേ പാതയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനം. ഇതൊരു ഈസിയായ ചോദ്യമായിരുന്നു കേട്ടോ. കൊങ്കൺ റെയിൽ പാതയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിന്റെ വടക്കേ ഭാഗമാണ് ഇത് കൊങ്കൺ. പശ്ചിമഘട്ടവും തീരദേശ പ്രദേശവും ഇഴകി സ്ഥിതി ചെയ്യുന്ന ഇതിലൂടെയുള്ള റെയിൽപാതയാണ് കൊങ്കൺ റെയിൽപാത. മഹാരാഷ്ട്രയിലെ റോഹയെയും കർണാടകത്തിലെ മംഗലാപുരത്തെയും ബാംഗ്ലൂർ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെയിൽവേ പാതയാണ് കൊങ്കൺ റെയിൽവേ. കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങൾ കൊങ്കൺ റെയിൽവേ പദ്ധതിയുടെ പങ്കാളികളാണ്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ആയിരുന്നു ഇതിന്റെ നിർമ്മാണ ചുമതല. മലയാളിയായ E ശ്രീധരനായിരുന്നു ഇതിന്റെ മാനേജിംഗ് ഡയറക്ടർ. 1990 സെപ്റ്റംബർ 15 റോഹയിൽ കൊങ്കൺ റെയിൽവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തറക്കല്ലിട്ടു. 1997 മുതൽ കൊങ്കൺ പാതയിലൂടെ ചരക്ക് വണ്ടികൾ ഓടി തുടങ്ങി. കൊങ്കൺ റെയിൽവേയുടെ ആദ്യത്തെ യാത്രാ ട്രെയിൻ അടൽ ബിഹാരി വാജ്പേയി ഉദ്ഘാടനം ചെയ്തു. 1998 ജനുവരി 26 അതൊക്കെ പഠിച്ചു നോക്കുക. 760 കിലോമീറ്റർ ആണ് ഈ പാതയുടെ ദൈർഘ്യം. 60 സ്റ്റേഷനുകളാണ് കൊങ്കൺ റെയിൽ പാതയിലുള്ളത്. അതൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാം കേട്ടോ. 91 തുരങ്കങ്ങളും 1858 പാലങ്ങളും കൊങ്കൺ പാതയിലുണ്ട്. കൊങ്കൺ റെയിൽ പാതയുടെ 6.5 കിലോമീറ്റർ നീളമുള്ള കർബ് തുരങ്കമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം. അപ്പൊ ഇത് മാറിയിട്ടുണ്ടാവുന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം. നവി മുംബൈയിലെ ബേലാപൂർ ഭവനാണ് കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി ട്രക്കുകൾ റോൾ ഓൺ റോൾ ഓഫ് സംവിധാനത്തിലൂടെ കൊണ്ടുപോകുന്ന കൊങ്കൺ റെയിൽവേയിലാണ്. നിങ്ങൾക്ക് ഇന്ത്യയിൽ ആദ്യമായി ട്രക്കുകൾ റോൾ ഓൺ റോൾ ഓഫ് സംവിധാനത്തിലൂടെ കൊണ്ടുപോകുന്നത് കൊങ്കൺ റെയിൽവേയിലൂടെയാണ്. 2001 ജൂലൈ 7 മുതൽ അശ്വിനി വൈഷ്ണവാണ് നിലവിലെ റെയിൽവേ മന്ത്രി. നിലവിലെ റെയിൽവേ ബോർഡ് റെയിൽവേ മന്ത്രാലയം ചെയർമാനും CEO ആരാണ്? ശ്രീ സതീഷ് കുമാർ. ഓക്കെ, ഇനി 99ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ഒരേ സമയ മേഖലയിൽ പെടാത്ത രാജ്യം ഏതാണ്? ഇപ്പൊ നിങ്ങൾ നോക്കി, ഈ ചോദ്യമൊക്കെ വളരെ ഡീപ്പായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇപ്പൊ ഒരേ സമയ മേഖലകൾ, ഇപ്പൊ ഓരോ രാജ്യത്തിന്റെയും 1 മണിക്കൂർ ഡിഫറൻസിലുള്ള സമയമേഖലകൾ, 15 ഡിഗ്രി ഡിഫറൻസിൽ സമയമേഖലകൾ, അങ്ങനെ 24 സമയമേഖലകളുണ്ട്. അപ്പൊ ഇവിടെ നോക്കുക, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒരേ സമയമേഖലയിൽ പെടാത്ത രാജ്യം. അപ്പൊ ഈ ഒരു ഇതിൽ തന്ന ഓപ്ഷനുകൾക്ക് ഒരു പ്രത്യേകത. ഇപ്പൊ ഇംഗ്ലണ്ട്, അയർലാൻഡ്, ഗാന, എത്യോപ്യ. അപ്പോൾ ഇതൊക്കെ ഈ തന്നിട്ടുള്ളവയിൽ ഒരേ സമയമേഖലയിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് വളരെ ഡീപ്പായിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക, മറ്റൊരു ചോദ്യം സ്റ്റേറ്റ്മെന്റ് അല്ല. 4 ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ, 1 വേർഡ് ക്വസ്റ്റ്യൻ. പക്ഷേ ഇതൊരു സ്റ്റേറ്റ്മെന്റ് രീതിയിലാണ് ഇതിന്റെ ചോദ്യം വന്നിട്ടുള്ളത് ശരിക്കും അല്ലെ. അങ്ങനെ പറയാൻ കാരണം വളരെ ഡീപ്പായിട്ട് പഠിക്കണം. സമയമേഖലകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ നോക്കുക, എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് എന്നുള്ളത് അല്ലെ. അപ്പൊ അതിന് അണ്ടറിൽ വരുന്ന ഒരേ സമയമേഖലയിൽ വരുന്ന രാജ്യം ഏതാ നമ്മൾ അറിയണം, അതിൽ പെടാത്തത് ഏതാന്ന് നമ്മൾ അറിയണം. അപ്പൊ നിങ്ങൾ നോക്കുന്നത് ഏതാണ്? എത്യോപ്യ ആണ് കേട്ടോ. അപ്പൊ ബാക്കിയൊക്കെ ഒരേ സമയമേഖല. ഇപ്പൊ ഇംഗ്ലണ്ടിലെ ഗ്രീനിച്ച് സമയം അനുസരിച്ചാണ് നമ്മൾ സമയം നോക്കുന്നത്. ഇംഗ്ലണ്ടിലെ റോയൽ ഒബ്സർവേറ്ററി സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് കൂടെയാണ് ഗ്രീനിച്ച് ലൈൻ കടന്നു പോകുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോ അയർലാൻഡ്, ഗാന, ഇംഗ്ലണ്ട് ഒക്കെ ഒരേ സമയമേഖലയാണ് എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക, ഏതൊക്കെയാ നോക്കുക, ഈ 3 രാജ്യങ്ങൾ മാത്രമല്ല, ഐസ്ലാൻഡ്, UK, അയർലാൻഡ്, പോർച്ചുഗൽ, മൊറോക്കോ, സെനഗൽ, ഗാന, ഐവറി കോസ്റ്റ്, UTC,
ഇതൊക്കെ എവിടെയാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സമയനിർണയം? ഈ ഒരേ സമയ മേഖലയാണ് ഈ രാജ്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, ഇന്ത്യയുടെ സമയമേഖല UTC+5:30. അത് ഈ UTC എന്ന് പറയാൻ കാരണം എന്താണ്? നമ്മുടെ ഗ്രീനിച്ച് ലൈൻ അല്ലെ, ഗ്രീനിച്ച് ലൈനിൽ നിന്നും 5.5 മണിക്കൂർ കൂടുതലാണ് ഏത് ഇന്ത്യയുടെ സമയം അല്ലെ, 5.5 മണിക്കൂർ കൂടുതലാണ് ഇന്ത്യ ശ്രീലങ്ക. അപ്പൊ നിങ്ങൾ നോക്കിക്കോളാം, ഇന്ത്യ ശ്രീലങ്കയും ഒരേ സമയമേഖലയിലൂടെ കടന്നു പോകുന്ന രാജ്യമാണ്. ഇന്ത്യ ശ്രീലങ്കയിൽ ഒരേ സമയമായിരിക്കും. അതാണ് UTC എന്ന് പറയുന്നത് കേട്ടോ. ഇനി UTC-01 അത് പറയാൻ കാരണം എന്താണ്? UTC-യിൽ നിന്നും 1 മണിക്കൂർ കുറവുള്ള രാജ്യങ്ങൾ, അതായത് ഗ്രീനിച്ച് ലൈനിൽ നിന്നും 1 മണിക്കൂർ കുറവുള്ള രാജ്യമാണ് ഏതൊക്കെയാണ്? അസോറെപ്പ്, കോപ്പ് വേർഡ പ്രദേശങ്ങള്, രാജ്യങ്ങള്. പിന്നെ നിങ്ങൾ നോക്കിക്കോളാം, കേപ്പ് വേർഡ. യെസ്. ഇനി UTC+1 ഗ്രീനിച്ച് സമയത്ത് നിന്നും 1 മണിക്കൂർ കൂടുതലുള്ള രാജ്യങ്ങൾ ഏതെല്ലാം നോക്കാം. അൽബേനിയ, സ്ലൊവേനിയ, മാസിഡോണിയ, നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, ജർമ്മനി, നെതർലാൻഡ്, ബെൽജിയം, ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രിയ, പോളണ്ട്, ചെക്ക് റിപ്പബ്ലിക്, സ്ലോവാക്യ, ഹംഗറി, സ്പെയിൻ, ഇറ്റലി, ക്രൊയേഷ്യ, സെർബിയ, ട്യൂണീഷ്യ, അൾജീരിയ, നൈജീരിയ, കാമറൂൺ, അങ്കോള, കിൻഷാസ. ഇനി UT+12, UTC+14 ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെയൊക്കെ പിന്നെ ഒരു ദിവസം കൂടി അവിടെ കൂടിയിട്ടുണ്ടാവും. കാരണം നമ്മുടെ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, അന്താരാഷ്ട്ര ദിനാങ്കരേഖ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഭാഗങ്ങളിലൊക്കെ വരുന്നതാണ്. ഇവിടെ ഈ UTC 12-നും 14-നും ഇടയിൽ. അപ്പൊ അവിടെ ഒരു ദിവസം കൂടി അവിടെ മാറിയിട്ടുണ്ടായിരിക്കും. അതായത് 24 മണിക്കൂറിന്റെ മാറ്റമൊക്കെ അവിടെ ഉണ്ടാവുന്നതാണ് പറയുന്നത്. അപ്പൊ എവിടെയാണ്? ഫിജി, ന്യൂസിലാൻഡ്, ചാതൻ ദ്വീപുകൾ, ടോങ്കെ, ലൈൻ ദ്വീപുകളൊക്കെയാണ് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത് കേട്ടോ. അതൊന്നും കുറച്ച് ആഴത്തിലാണ് ഈ ചോദ്യം വന്നത്, അതുകൊണ്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. യെസ്, നമുക്കത് വിശദീകരിച്ച് പഠിക്കാം. ഇനി സമയമേഖലയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ കനേഡിയൻ ശാസ്ത്രജ്ഞനായ സാൻഫോർഡ് ഫ്ലമ്മിംഗ് ആണ് സമയമേഖലകൾ എന്ന ആശയം മുന്നോട്ട് വെച്ചത്. അന്താരാഷ്ട്ര സമയമേഖല എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് 1858 പുറത്തിറക്കിയ മിറാണ്ട എന്ന പുസ്തകത്തിലായിരുന്നു. കുറിക്കോ ഫിലോപ്പാന്റെയാണ് മിറാണ്ട രചിച്ചത്. ഒറ്റ സമയമേഖല മാത്രമുള്ള ഏറ്റവും വലിയ രാജ്യം ചൈനയാണ്. ഇന്ത്യയിൽ ഒരു സമയമേഖലയാണെന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ലാസ്റ്റ് ചോദ്യമാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തിത്തുണി വ്യവസായ കേന്ദ്രം ഏതാണ്? സിമ്പിൾ ചോദ്യമാണ്, മുംബൈ അല്ലെ. അപ്പൊ ഇനി കുറച്ച് ഫാക്ട്സുകൾ നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഇന്ത്യയിൽ വ്യവസായവൽക്കരണത്തിന് അടിത്തറയിട്ട പരുത്തിത്തുണി വ്യവസായമാണ്. ഇന്ത്യയിൽ ആദ്യത്തെ തുണിമില്ല് ഫോർട്ട് ഗ്ലാസ്റ്റർ, കൽക്കത്ത 1818-ലാണ്. ഫോർട്ട് ഗ്ലാസ്റ്റർ ഇന്ത്യയിലെ ആദ്യത്തെ തുണിമില്ല്. വൻതോതിൽ പരുത്തിത്തുണി വ്യവസായം തുടങ്ങിയത് 1854 മുംബൈയിലാണ് കേട്ടോ. കണ്ടോ, നമ്മുടെ ഓപ്ഷനിലെത്തിയില്ലേ? ഇനി ഇന്ത്യയിൽ ആദ്യത്തെ ചണമില്ല് ആരംഭിച്ച 1854 റിഷ്ര, പശ്ചിമ ബംഗാളിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോട്ടൺ മില്ലുള്ളത് മഹാരാഷ്ട്രയിലാണ്. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്നത് വെസ്റ്റ് ബംഗാളിലാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചണ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ ഏതാണ്? അഹമ്മദാബാദാണ്. ഇന്ത്യയിലെ പരുത്തി തുറമുഖമാണ് മുംബൈ. ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നം ഏതാണ്? തുണിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിതമായത് 1832 വെസ്റ്റ് ബംഗാൾ സെറാംപൂർ. ആധുനിക ഇന്ത്യൻ വ്യവസായത്തിന്റെ പിതാവ് ജംഷഡ്ജി ടാറ്റ. ഇന്ത്യയിലെ ആദ്യത്തെ ചെറുകിട ഇരുമ്പുരുക്ക് നിർമ്മാണശാല തുടങ്ങിയത് പോർട്ടനോവ, തമിഴ്നാട് 1830-ലാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് സിലബസ് അനുസരിച്ച് ഒരൊറ്റ മൊഡ്യൂൾ 6-ന്റെ സിലബസും അതിന്റെ ഒരു 10 ചോദ്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ നാളത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ അതോടുകൂടി എന്ത് ചെയ്യും, നമ്മുടെ ഈ സിലബസ് എക്സ്പ്ലനേഷൻ തീർന്ന് ഇനി നേരെ നമ്മൾ ക്ലാസ്സിലേക്ക്. ആ ക്ലാസ്സുകൾ വളരെ പെട്ടെന്നായിരിക്കും പിന്നെ പോകുന്നത്. കാരണം 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5-2 മണിക്കൂറിന്റെ ക്ലാസ്സുകളൊക്കെ ആയിരിക്കും നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുക. നമ്മുടെ ആ സിലബസ് അനുസരിച്ച് ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ ടെലഗ്രാം ചാനലിൽ അത് നമ്മൾ ഫോളോ ചെയ്ത് പോകും. അപ്പൊ കോഴ്സിൽ ജോയിൻ ചെയ്യാനും അഡ്മിഷൻ എടുക്കാനൊക്കെ ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ ഈ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. ഓക്കെ, നിങ്ങൾക്ക് വാട്സാപ്പിൽ നിങ്ങളുടെ പേരും ജില്ല നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെലഗ്രാമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാനുള്ളത്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും താങ്ക് യു.